കൊല്ലത്ത് KSRTC ബസ്സിൽ യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം. യാത്രക്കാരനുമായി ബസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രാമധ്യയാണ് യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. ഇവിടേക്ക് ഒരു KSRTC വാഹനം കടന്നു വരുന്നത് കണ്ടാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. എന്താണ് സംഭവം? പെട്ടെന്നൊരു യാത്രക്കാരനായിരുന്നു. പുള്ളിക്ക് പാരിപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് തളർച്ചയും ക്ഷീണമൊക്കെ അനുഭവപ്പെട്ട് അങ്ങനെ പുള്ളിക്ക് തളർന്നാണ് തോന്നാന്ന് പറഞ്ഞത്. പിന്നെ വേറെ നോക്കിയില്ല, നമ്മളെ അറിഞ്ഞുകൊണ്ട് കയറി. യാത്രക്കാരെല്ലാം പൂർണ്ണമായിട്ട് സഹായിച്ചു. എല്ലാം സഹകരിച്ചിരിക്കാൻ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒബ്സർവേഷനാണ്. ഇപ്പൊ ECG എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓരോ ദിവസവും നമ്മൾ ഈ മത്സരോട്ടങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇവിടെ അപ്പൊ നമ്മള് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ കൊല്ലത്തോളൂ. തിരുവനന്തപുരം എന്തുവാ? രജിൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്ന KSRTC ബസ്സാണ്. ഈ ബസ്സിലെ യാത്രക്കാരനാണ് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഈ കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ചേർന്ന് ഉടൻ തന്നെ ഈ യാത്രക്കാരനെ ആശുപത്രിയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കണ്ടക്ടറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്തത്. ചേട്ടാ പേരെന്താ? എന്റെ പേര് കൃഷ്ണകുമാർ, ഡ്രൈവർ റജിനാണ്. അവര് CT സ്കാൻ കണ്ട കഴിഞ്ഞിട്ട് വന്ന സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെളിയിൽ കണ്ട സ്കാൻ എഴുതിയിട്ട് ഭക്ഷണമൊന്നും പുള്ളി കഴിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പം പാരിപ്പള്ളി എത്തുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്ന അങ്ങനെ ദേഹമൊക്കെ തളർന്ന ആള് ഒരുപാട് വേർക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് പുള്ളി. യാത്രക്കാരാണോ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്? ഇല്ല, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞതിന് മുമ്പ് പുള്ളി തളർന്നു പോയായിരുന്നു. അപ്പോൾ തന്നെ സംഭവം പാരിപ്പള്ളി ജംഗ്ഷനിൽ വെച്ചാൽ നമ്മൾ ചാത്തന്നൂരോട്ട് പോകാൻ വണ്ടി എടുത്തതാണ്. അപ്പോൾ തന്നെ അവിടെയുള്ള ഓട്ടോക്കാരെല്ലാവരും കൂടെ വന്നിട്ടാണ് ബാക്ക് നോക്കി. വണ്ടി ഇങ്ങോട്ട് തിരിയാൻ ബുദ്ധിമുട്ടായിരുന്നു. ആട്ടോക്കാരെല്ലാവരും കൂടെ വന്ന് അവിടെ വണ്ടി പെട്ടെന്ന് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്താണ് നമ്മളിങ്ങോട്ട് കയറ്റി വിട്ടത്. ഇപ്പം പുള്ളിയെ ECG ഒക്കെ എടുത്ത് വേരിയേഷനൊന്നുമില്ല, വേറെ കുഴപ്പമില്ല. പുള്ളി വെള്ളമൊക്കെ കുടിച്ചായിരുന്നു. മനസ്സിന് സന്തോഷമുണ്ട്. ടെൻഷനായി പോയി. പക്ഷേ ഇപ്പൊ ഒരു സന്തോഷമുണ്ട്, ഒരു ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അത് തീർച്ചയായിട്ടും എന്റെ അമ്മ ഇതേപോലെ ഹാർട്ടിന് കംപ്ലൈന്റ് വന്ന് മരിച്ചതാണ്. ശുഭയാത്ര നേരുന്നു ചേട്ടാ. എന്തായാലും വലിയ മനസ്സാണ്. ഓക്കെ, എന്തായാലും വലിയ മനസ്സാണ്. പ്രത്യേകിച്ച് അവരുടെ ജോലിക്കിടയിലാണ് ഇത്തരം ഒരു സംഭവം കാണുന്നത്. ഉടൻ തന്നെ അതിനകത്ത് ഇടപെടുക. യാത്രക്കാരടക്കം ഇതിൽ വലിയ രീതിയിൽ സഹകരിച്ചു എന്നുള്ളതാണ് ബസ് ജീവനക്കാർ തന്നെ പറയുന്നത്. എന്തായാലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ യാത്ര ഇപ്പോൾ വീണ്ടും ഈ കൊല്ലത്തേക്ക് ഇവർ തുടരുന്നത്. എന്തായാലും അതൊരു നല്ല കാഴ്ചയാണ്. സമയോചിതമായി ഇടപെടാൻ KSRTCയുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും തോന്നി. അവരത് ചെയ്തു. ഇപ്പോൾ ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആൾ അവിടെ കൊല്ലത്ത് ചികിത്സയിലാണ്.